ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാതനാഥായ. നാരായണീയ മധുരം നാം ആസ്വദിക്കാൻ തുടങ്ങിയിട്ട് ഇന്ന് 8ാമത്തെ ദിവസം. ശ്രീമന്നാരായണീയം ആദ്യ ദശകത്തിൽ 8ാമത്തെ ശ്ലോകം, വളരെ പ്രസിദ്ധമായിട്ടുള്ള ശ്ലോകമാണ് നമ്മൾ ഇന്ന് അനുസ്മരിക്കുന്നത്. മൂകം കരോതി വാചാലം പങ്കും ലംഘയത്തെ ഗിരിം യൽകൃപാതമഹം വന്ദേ പരമാനന്ദമാധവം. അഖിലാനപരാധാന്മേ ക്ഷമസ്വ കരുണാനിധേ പ്രസീദമൽഗുരോ നാഥ ജനകായ നമോ നമഃ. അഖിലാനപരാധാന്മേ ക്ഷമസ്വ കരുണാംബുധേ പ്രസീദമൽപ്രിയേ നാഥേ മാതൃരൂപേ നമോസ്തുതേ. സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. നാരായണീയത്തെ പറഞ്ഞിടുമ്പോൾ നാരായണാഖ്യനെ നമിച്ചിടുന്നു. നാരായണൻ വായുപുരത്തിലീശൻ നാവിൽ നിറഞ്ഞെന്നെ തുണച്ചിടേണേ. മോക്ഷക്കടൽ ഭാഗവതം പ്രസിദ്ധം മെല്ലെ കടഞ്ഞു നവനീതമഹോ ലഭിച്ചു. മന്നിൽ നരന്നു ഹരിഭക്തി ലഭിക്കുവാനായി മേൽപുത്തൂരേകി സദയം ശുഭസ്തോത്രകാവ്യം. ആ സ്തോത്രകാവ്യത്തെയാണ് നമ്മൾ ഇന്ന് അനുസ്മരിക്കുന്നത്. അതിൽ 1ാമത്തെ ദശകത്തിൽ 8ാമത്തെ ശ്ലോകം. നമ്രാണാം സന്നിധൽസേ സതതമപി പുരസ്തൈരനഭ്യർത്ഥിതാനപ്യർത്ഥാൻ കാമാനജസ്രം വിതരസി പരമാനന്ദസാന്ദ്രാം ഗതിം ച. ഇദ്ധം നിശേഷലഭ്യോ നിരവധികഫല പാരിജാതോ ഹരേ ത്വം. ക്ഷുദ്രം തം ശക്രവാടീദ്രുമമഭിലഷതി വ്യർത്ഥമർത്ഥിവ്രജോയം. ഇനി അതിൻ്റെ ശ്രീഹരീയ പരിഭാഷ. കാലിൽ വീഴും ഭക്തന്മാർക്കു കൽപ്പവൃക്ഷം തന്നെ നീയും ചോദിക്കാതെ പോലും നൽകും അർത്ഥകാമങ്ങൾ. ദേവേന്ദ്രന്റെ കൽപ്പവൃക്ഷം തേടിയിടുന്ന വിഡ്ഢികളെ ദേവദേവൻ വിഷ്ണു തന്റെ പാദത്തെ തേടൂ. നമ്രാണാം പുര സതതം അപി സന്നിധൽസേ. ഭഗവാനെ, അവിടുത്തെ നമസ്കരിക്കുന്നവരുടെ മുമ്പിൽ, അങ്ങയെ നമസ്കരിക്കുന്നവരുടെ മുമ്പിൽ അങ്ങ് എപ്പോഴും സന്നിധാനം ചെയ്യണു, അവിടുന്ന് എപ്പോഴും എത്തുന്നു. അപ്പോ നമ്രാണാം പുര സതതമപി സന്നിധൽസേ. സന്നിധൽസേ എന്നുള്ളത് അതേപോലെ സന്നിധത്തെ എന്ന് രണ്ടും പറയാറുണ്ട്. ഇവിടെ ആചാര്യന്മാരെ കുറച്ചുകൂടി നല്ലത് സന്നിധൽസേ എന്നാണെന്ന് പറഞ്ഞു തരുന്നു. അതേപോലെ വിതരസി എന്നുള്ളത് മറ്റൊരു ഇത് കാണാം. അത് വിതരതി എന്നും പറയാറുണ്ട് ചില ആളുകളെങ്കിലും. ഏതായാലും പണ്ഡിത അഗ്രേസരന്മാരുടെ വാക്കുകളെ നമ്മൾ മുഖവിലേക്ക് എടുത്തിട്ടാണ് ഇത്തരത്തിൽ ചൊല്ലുന്നത്.
തൈഹി അനഭ്യർത്ഥിതാനപി അർത്ഥാൻ കാമാൻ. ആ നമ്രന്മാർ, തന്നെ നമസ്കരിക്കുന്ന ആളുകൾ ആവശ്യപ്പെടാത്ത, അനഭ്യർത്ഥിതാനപി അർത്ഥാൻ കാമാൻ, ആവശ്യപ്പെടാത്ത കാര്യങ്ങളും അവരുടെ കാമങ്ങളും അവരുടെ ആഗ്രഹങ്ങളും അഭീഷ്ടങ്ങളും ഇത് മാത്രമല്ല കൊടുക്കണത് ഭഗവാൻ. പിന്നെയോ പരമാനന്ദ സാന്ദ്രാം ഗതിം ച അജസ്രം വിതരസി. പരമാനന്ദം നിറഞ്ഞ ആ ഗതി, പരമാനന്ദ ഗതി എന്താ? അതാണ് മോക്ഷം, കൈവല്യം. ആ മോക്ഷത്തെയും എപ്പോഴും അവിടുന്ന് നൽകുന്നു. അജസ്രം വിതരസി, കാലദേശങ്ങൾക്ക് വ്യത്യാസമില്ലാതെ തൻ്റെ കാക്കൽ വീഴുന്ന ഭക്തന്മാർക്ക് അവർ ചോദിക്കാത്തത് പോലും നൽകുന്ന കാരുണ്യസ്വരൂപനാണ് ഭഗവാൻ. ഇദ്ധം, ഇങ്ങനെ ഒക്കെ ചെയ്യുന്നത് കൊണ്ട് ഭഗവാൻ ഹരേ ത്വം, അല്ലയോ ശ്രീഹരേ മഹാവിഷ്ണു, അവിടുന്ന് ആരാണ്? അവിടുന്ന് നിശേഷലഭ്യാ നിരവധിക ഫലപാരിജാത, ഏവർക്കും ലഭ്യമായ അവധിയില്ലാത്ത അത്രയും ഫലങ്ങളുള്ള സാക്ഷാൽ കൽപ്പകവൃക്ഷമാണ്, പാരിജാതമാണ്, ഭക്തപാരിജാതമാണ്. പല വൃക്ഷങ്ങളിലും കാലത്തിനനുസരിച്ച് ഫലം ഉണ്ടാവുള്ളൂ. ഇവിടെ അങ്ങനെയല്ല. ഭഗവാൻ എന്ന് പറഞ്ഞാൽ ഭക്തപാരിജാതമാണ്. അതുകൊണ്ട് എല്ലാവർക്കും അതിൽ നിന്ന് ഫലം ലഭിക്കും. അവധിയില്ലാത്തത്ര ഫലങ്ങളുള്ളതാണ്, എല്ലാ കാലത്തും ലഭിക്കുന്നതാണ്. അവിടുന്ന് ആ ഭക്ത പാരിജാതമാണ്, ഭക്ത കൽപ്പവൃക്ഷമാണ്. ഇങ്ങനെയൊക്കെ ആണെങ്കിലും അയം അർദ്ധിവ്രജ, ഈ ആവശ്യക്കാര് എന്തു ചെയ്യണു? ക്ഷുദ്രം തം ശക്രവാടി ദ്രുമം, ക്ഷുദ്രമായ ഇന്ദ്രന്റെ തോട്ടത്തിലുള്ള ആ മരത്തെ, ദ്രുമത്തെ, കൽപ്പവൃക്ഷത്തെ ആഗ്രഹിക്കുന്നു. അഭിലഷതി വ്യർത്ഥം, അത് വെറുതെയാണ് എന്ന് പറയാണ്. ഭഗവാനാകുന്ന ഭക്തപാരിജാതത്തെയാണ് ആശ്രയിക്കേണ്ടത്. ആശ്രയിക്കുന്ന ആളുകൾക്ക് അവർ ആഗ്രഹിക്കാത്തത് ഭഗവാൻ കൊടുക്കുന്നത്. നമുക്ക് എന്താണോ ഹിതമായത് അത് ഭഗവാൻ തരും. എന്നിട്ട് അവസാനത്തിൽ ആ പരമാനന്ദ സാന്ദ്രമായിരിക്കുന്ന മോക്ഷത്തെ കൂടി ഭഗവാൻ ഭക്തന് നൽകുന്നു. അങ്ങനെയുള്ള ഭക്ത പാരിജാതമാണ് ഭഗവാൻ, അല്ലേ? കർദമ പ്രജാപതി ഭാഗവതത്തിൽ പറയുന്നത് അവിടുന്ന് ഈ പാദാരവിന്ദം ഭവസിന്ധു പോതം എന്നാണ്. ഭവസിന്ധു കടക്കാനുള്ള വഞ്ചിയാണ്, ആ തോണിയാണ് എന്ന് പറയുന്നു. ഇതേപോലെ ആഹുശ്ചതേ നളിനനാഭ പദാരവിന്ദം എന്ന് പറഞ്ഞിട്ട് ഗോപികമാര് പറയണത് എന്താ? ഈ ഗൃഹാന്ധകൂപത്തിൽ പെട്ടുകിടക്കുന്ന ആളുകൾക്ക് ഏകാവലംബമായിരിക്കുന്ന കോണിയാണെന്നാണ്. ഇതേപോലെ ദേവഹൂതി ഭഗവാനെ കുറിച്ച് പറയുന്നത് സ്വഭൃത്യ സംസാര തരോ കുഠാരം എന്നാണ്. അവിടുന്ന് സംസാരവൃക്ഷം, ഭക്തന്മാരുടെ സംസാരവൃക്ഷത്തെ ഛേദിക്കുന്ന കോടാലിയാണ്, കുഠാരമാണ് അവിടുന്ന് എന്ന് പറയുന്നു. ഇവിടെ പട്ടേരിപ്പാട് അർദ്ധശങ്കയ്ക്കിടയില്ലാത്ത വിധത്തിൽ പറയുന്നു, എല്ലാം തരുന്ന അജസ്രം വിതരസി, എല്ലാം എപ്പോഴും നൽകുന്ന ഭക്ത പാരിജാതമാണ് അവിടുന്ന് ഭഗവാനെ എന്ന് പറയുന്നു. അങ്ങനെ നമുക്ക് ഈ ഇന്നത്തെ സമർപ്പണം നടത്താം. ശ്ലോകം ഒരിക്കൽ കൂടി ചൊല്ലുകയും ചെയ്യാം. നമ്രാണാം സന്നിധത്സേ സതതമപി പുരസ്തൈരനഭ്യർത്ഥിതാനപ്യർത്ഥാൻ കാമാനജസ്രം വിതരസി പരമാനന്ദസാന്ദ്രാം ഗതിം ച ഇദ്ധം ദിശേഷലഭ്യോ നിരവധികഫല പാരിജാതോ ഹരേ ത്വം ക്ഷുദ്രം തം ശക്രവാടി ദ്രുമമഭിലഷതി വ്യർത്ഥമർദ്ധിവ്രജോയം. സർവത്ര നാരായണ നാമസങ്കീർത്തനം. നാരായണ നാരായണ നാരായണ.